നെക്സ്റ്റ് ചാപ്റ്റർ 5 ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിൽ ടെക്സ്റ്റിൽ ഫിഗർ 5.1 നോക്കാം. ഫിൽ 3/4 ഓഫ് എ ട്രാൻസ്പാരൻറ്റ് വെസൽ വിത്ത് വാട്ടർ. ഒരു ട്രാൻസ്പാരൻറ്റ് വെസൽ എടുത്തിട്ട് അതിൻ്റെ 3/4 ഭാഗം വെള്ളത്തോണ്ട് നിറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഡ് 1 or 2 drops of milk into it. അതിലൊക്കെ ഒരു 1 അല്ലെങ്കിൽ 2 drops of milk ആഡ് ചെയ്യാം. എന്നിട്ട് ഫിൽ ദ പോർഷൻ ഓഫ് ദി വെസൽ എബവ് വാട്ടർ വിത്ത് സ്മോക്ക് വരെയുള്ള പോർഷന് എന്താണ് കവർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വെസൽ വെച്ചിട്ട്. ക്ലോസ് ദ വെസൽ യൂസിങ് ആൻ OHP ഗ്ലാസ് ഷീറ്റ്. OHP ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് വെസൽ ക്ലോസ് ചെയ്യാം. Allow the light from a laser torch to pass through water as shown in figure. എന്നിട്ട് ഒരു ലൈസർ ടോർച്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കണം വാട്ടറിൽ കൂടെ. നമ്മൾ ഫിഗറിൽ കാണിച്ച പോലെ ലൈസർ ടോർച്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ പാത്ത് ഓഫ് ലൈറ്റ് അവിടുത്തെ പാത്ത് ഓഫ് ലൈറ്റ് ഒബ്സർവ് ചെയ്യുക. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഡു യു ഒബ്സർവ് എനിത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇല്ല, അവിടെ ഒന്നും ഓർഡിനറി ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ക്യാൻ യു ഡെപ്പിക്റ്റ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. ദ ലൈറ്റ് റേസ് ബിലോ ദി വാട്ടർ അണ്ടർഗോ ഡീവിയേഷൻ അറ്റ് ദി സർഫസ് ഓഫ് വാട്ടർ. ലൈറ്റ് റേസ് വാട്ടറിൻ്റെ ബിലോയില് അണ്ടർഗോ പോവും. ഡീവിയേഷൻ അറ്റ് ദി സർഫസ് ഓഫ് വാട്ടർ ഇതിൻ്റെ ഡീവിയേഷൻ വാട്ടറിൻ്റെ സർഫസിലായിരിക്കും അതിൻ്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ലൈറ്റ് റേസ് ബിലോ ദി വാട്ടർ, ലൈറ്റ് റേസ് വാട്ടറിൻ്റെ അടിയിലാണ്, എന്നിട്ട് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് സർഫസ് ഓഫ് വാട്ടറിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിച്ച് ആർ ദി മീഡിയ ഇൻവോൾവ്ഡ് ഹിയർ. ഇതിൽ ഇൻവോൾവ് ചെയ്ത മീഡിയ എന്തൊക്കെയാണ്? ഒന്ന് എയറും ഒന്ന് വാട്ടറുമാണ്. പിന്നെ വാട്ട് ഹാപ്പൻസ് ടു ദ പാത്ത് ഓഫ് ലൈറ്റിന് അവിടെ സംഭവിക്കുന്നത്? പാത്ത് ഓഫ് ലൈറ്റ് അണ്ടർഗോ ഡീവിയേഷൻ്റെ അണ്ടറിൽ പോകും പാത്ത് ഓഫ് ലൈറ്റ്. പിന്നെ അടുത്ത് വെച്ചിട്ടുള്ളത്, വേർ ഡസ് ദ ഡീവിയേഷൻ ഓഫ് ദി റേ ടേക്സ് പ്ലേസ്. എവിടേക്കാണ് ഡീവിയേഷൻ ഓഫ് റേ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്? അറ്റ് ദി സർഫസ് ഓഫ് വാട്ടറിലേക്കാണ്. പിന്നെ ദ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് വാട്ടർ അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓൺ ദി സർഫസ് വേർ ദി മീഡിയ ഗെറ്റ് സെപ്പറേറ്റഡ്. ഇതൊരു പോയിൻ്റാണ്. എന്ന് വെച്ചാൽ റേ ഓഫ് ലൈറ്റ് എൻട്രിങ് വാട്ടറിലോട്ട് നമ്മൾ റേ ഓഫ് ലൈറ്റ് എൻട്രി ചെയ്യിപ്പിച്ച ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞല്ലോ. അത് എൻട്രി ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഒരു പോയിന്റിൽ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. എവിടെ? അതിൻ്റെ സർഫസിൽ. വേർ ദി മീഡിയ ഗെറ്റ് സെപ്പറേറ്റഡ്. അപ്പോൾ അവിടുത്തെ മീഡിയ സെപ്പറേറ്റഡ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വൈ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ എ ഡീവിയേഷൻ ഹിയർ. ഇവിടെ എന്തുകൊണ്ടാണ് റേ ഓഫ് ലൈറ്റ് ഡീവിയേഷന് അണ്ടർഗോയിൽ പോകുന്നത് എന്നാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ ഡിഫറൻസ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് റേസ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. ഡിഫറൻസ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഡിഫറൻസ്, ലൈറ്റ് റേസിൻ്റെ സ്പീഡും പിന്നെ ഡിഫറെൻ്റ് ഇൻ മീഡിയ. ലൈറ്റ് റേസ് അതിൻ്റെ സ്പീഡും ഡിഫറെൻ്റ് ആണ്, മീഡിയയിലും ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡസ് ലൈറ്റ് പാസ് ത്രൂ ഓൾ ദി മീഡിയ അറ്റ് ദി സെയിം സ്പീഡ്. ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടോ? എല്ലാ മീഡിയയിൽ കൂടെ ലൈറ്റ് സെയിം സ്പീഡിൽ തന്നെയാണോ പാസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, സെയിം സ്പീഡിലല്ല അവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൽ ആ ഒരു പാർട്ടിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതിൽ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. ആ ടേബിളാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇത് മീഡിയം, പിന്നെ ഇത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് പറയുന്നത്. അപ്പോൾ വാക്വം ആണ് മീഡിയം, പിന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. വാട്ടറിൽ 2.25 × 10⁸ m/s. ഗ്ലാസ്സിൽ 2 × 10⁸ m/s. അത് അപ്രോക്സിമേറ്റ്ലി ഉള്ള വാല്യൂ ആണ് പറയുന്നത്. പിന്നെ ഡയമണ്ട് ആണ് 1.25 × 10⁸ m/s. ഇതാണ് സ്പീഡ് ഓഫ് അതിൻ്റെ ഒരു ബോക്സ് പറയുന്നത്. ഇനി അടുത്തത് അതിലൊരു പോയിന്റ് ആണ് പറയുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓരോ മീഡിയത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് പാസസ് ത്രൂ ദ റെസ്പെക്റ്റീവ് മീഡിയം. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറാണ്? ആ മെഷർ ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്പീഡ് ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ കൂടെ മെഷർ ചെയ്ത് കാണിക്കുന്നത്. അതാണ് ഈ സ്പീഡ് ഓഫ് ലൈറ്റിൽ. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആസ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് മീഡിയം ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ് ഡിക്രീസസ്. വാട്ട് ഇഫ് ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസസ്? എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മീഡിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ മീഡിയം ഡിക്രീസ് ആകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. പിന്നെ വെച്ചിട്ടുണ്ട്, ക്യാൻ ദി മീഡിയ ഗിവൺ ഇൻ ദി ടേബിൾ, നമുക്ക് തന്നിട്ടുള്ള മീഡിയംസ് ഉണ്ടല്ലോ, അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എയർ ആണ് ആദ്യം, പിന്നെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇതാണ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ഇൻ ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ദാറ്റ് കോസസ് ദ ഡീവിയേഷൻ. ഇതെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് ഡീവിയേഷനെ കോസ് ചെയ്യുന്നുണ്ട്. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് ഒബ്ലിക്വൻ്റ്ലി, ഒരു റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വൻ്റ് ആയിട്ട് എൻറ്റർ ചെയ്യുവാണെങ്കിൽ ഫ്രം വൺ ട്രാൻസ്പാരൻറ്റ് മീഡിയം ടു അനദർ ഇറ്റ്സ് പാത്ത്. എന്താണ്, ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിൽ നിന്ന് വേറൊരു പാത്തിലോട്ട്. അപ്പോൾ എന്താണ്, അങ്ങനെ എൻറ്റർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. എവിടെ? സർഫസ് ഓഫ് സെപ്പറേഷൻ, അവിടുത്തെ സർഫസിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ഇൻ ഡിഫറെൻറ്റ് മീഡിയം. അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട് ടെക്സ്റ്റിൽ, ഫിഗർ 5.2 പേജ് നമ്പർ 105. എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ ഡ്രോയിങ് ഷീറ്റ്. എന്താണ്, നമ്മളൊരു ഗ്ലാസ് സ്ലാബ് പ്ലേസ് ചെയ്യുകയാണ്, ഒരു ഡ്രോയിങ് ഷീറ്റിൽ ഒരു ഗ്ലാസ് സ്ലാബ് പ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് മാർക്ക് ഇറ്റ്സ് ബൗണ്ടറി ആസ് ABCD ആയിട്ട് അതിൻ്റെ കോർണേഴ്സ് നമ്മൾ മാർക്ക് ചെയ്തു. റിമൂവ് ദ ഗ്ലാസ് സ്ലാബ്, എന്നിട്ട് ആ ഗ്ലാസ് സ്ലാബ് നമ്മൾ റിമൂവ് ചെയ്തു. ആൻഡ് ഡ്രോ എ ലൈൻ PQ. നമ്മളൊരു PQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് ആദ്യമേ കൂടെ വരച്ചു. ഏതിൻ്റെ സൈഡിൽ? AB എന്നുള്ള സൈഡിലാണ് വരച്ചത്. കീപ്പിംഗ് ദ ഗ്ലാസ് സ്ലാബ് ഇൻ ദി പൊസിഷൻ, ഗ്ലാസ് സ്ലാബ് ആ പൊസിഷനിൽ വെച്ചു. പാസ് ലൈറ്റ് ഫ്രം എ ലൈസർ ടോർച്ച് ത്രൂ ഇറ്റ് എലോങ് PQ. എന്താണ്, PQയുടെ അതിൽ കൂടെ ഒരു ലൈസർ ലൈറ്റ് പാസ് ചെയ്തു. ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ദ ഗ്ലാസ് സ്ലാബ്. എന്താണ്, ആ ഗ്ലാസ് സ്ലാബിൽ കൂടെ ഉണ്ടാകുന്ന പാത്ത് ഓഫ് ലൈറ്റ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്ക് ദ പോയിന്റ് QR and S. അതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള ലൈറ്റിന്. അപ്പോൾ QRS എന്നുള്ള ഇത് മാർക്ക് ചെയ്യാൻ, പോയിന്റ്സ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡെപിക്ട് ദ പാത്ത് ഓഫ് ലൈറ്റ് PQRS. എന്നിട്ട് PQRS ഏതാണെന്ന് ഡെപിക്ട് ചെയ്യുക ബൈ ജോയിനിങ് QR and RS. QRും RSും ജോയിൻ ചെയ്തിട്ട്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ഫിഗർ AB ഈസ് എ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് എയർ. AB എന്ന് പറയുന്നത് എയറിൻ്റെ സെപ്പറേഷന് യൂസ് ചെയ്ത സർഫസ് ആണ്. പിന്നെ ഗ്ലാസ് ആൻഡ് ഗ്ലാസിൻ്റെ സെപ്പറേഷൻ. ദാറ്റ് CD ഈസ് എ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ഗ്ലാസ് ആൻഡ് എയർ. ഗ്ലാസിൻ്റെ എയറിൻ്റെ സെപ്പറേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് CD. ഡ്രോ എ നോർമൽ അറ്റ് Qയിൽ ഒരു നോർമൽ വരയ്ക്കുക. ഓൺ AB അറ്റ് R ഓൺ CD. R CD മേലും. പിന്നെ PQ ഈസ് എ ഇൻസിഡൻറ്റ് റേ. PQ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണ്. അറ്റ് ദി സർഫസ് സെപ്പറേഷൻ AB. എന്താണ്, സർഫസ് സെപ്പറേഷൻ ABയുടെ സെപ്പറേഷന് യൂസ് ചെയ്ത ഇൻസിഡൻറ്റ് റേ ആണ് PQ എന്ന് പറയുന്നത്. അതാണ് ആ ഫിഗർ 5.2 105 പറയുന്നത്. ഇനി അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ഇൻസിഡൻറ്റ് റേ ഓൺ ദി സർഫസ് CD. CDയുടെ ഇൻസിഡൻറ്റ് റേ ഏതാണ്? അതിൽ പറഞ്ഞിട്ടുണ്ട് QR ആണെന്ന്. The angle between the incident ray and the normal is called the angle of incidence. If so, can you explain what is the angle of refraction? എന്താണ് angle of refraction എന്ന് പറഞ്ഞാൽ angle between the refracted rayയും normal rayയും betweenലുള്ള ഒരു ആംഗിളിനെയാണ് നമ്മൾ angle of refraction എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത്
Is the angle refraction greater or lower than angle of incidence when it goes from air to glass? എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് ഗ്രേറ്റർ ആണോ ലോവർ ആണോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ആണോ ലോവർ ആണോ? അത് എയർ ടു ഗ്ലാസ്സിലോട്ട് പോകുമ്പോൾ എന്താണ് ലോവർ ആണ്. വാട്ട് അബൌട്ട് ഫ്രം ഗ്ലാസ് ടു എയർ? ഗ്ലാസ് ടു എയർ ആണെങ്കിൽ അത് ഗ്രേറ്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ള വിച്ച് ഈസ് ദ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയർ ടു ഗ്ലാസ്? എയർ ടു ഗ്ലാസ്സിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ ഗോയിങ് ഫ്രം എയർ ടു ഗ്ലാസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ഫ്രം നോർമൽ ഓർ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ? നോർമലിൽ നിന്നാണോ ഡീവിയേറ്റ് ചെയ്യുന്നത്? റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ഫ്രം നോർമൽ ഓർ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ? എവേ ഫ്രം ദി നോർമൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദി നോർമൽ, നോർമലിന് ടുവാർഡ്സ് ആയിട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. വൈൽ എൻറ്ററിങ് ഫ്രം എയർ ടു ഗ്ലാസ്, എയർ ടു ഗ്ലാസ്സിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ദി റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. അപ്പോൾ എന്താണ് എയർ ടു ഗ്ലാസ്സിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ എന്താണ് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഡീവിയേറ്റ് ചെയ്യും എവേ ഫ്രം ദി നോർമൽ, നോർമലിൽ നിന്ന്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വൈൽ ഇറ്റ് ഗോസ് ഫ്രം ഗ്ലാസ് ടു എയർ? ഗ്ലാസ് ടു എയറിലോട്ട് പോകുമ്പോൾ എന്താണ് ഇതിന് സംഭവിക്കുക? ഡീവിയേറ്റ്സ് അവേ ഫ്രം നോർമൽ വൈൽ എൻറ്ററിങ് ഗ്ലാസ് ടു എയർ ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റടുത്ത് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദി നോർമൽ വൈൽ എൻറ്ററിങ് എയർ ടു ഗ്ലാസ് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, are the angle of incidence, angle of refraction and the normal at the point of incidence on the same plane ലാണോ? Yes, the angle of incidence, angle of refraction and the normal at the point of incidence അതിൻ്റെ point of incidence എന്ന് പറയുന്നത് സെയിം പ്ലെയിനിലാണ്. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഇനി ബാക്കിയുള്ളത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം.